ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സംരക്ഷണവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവ് പറയുന്നു, നാളെയെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ട. ഇന്നത്തെ ദിവസം കർത്താവ് പരിപാലിച്ചു. ഇന്നുവരെ കർത്താവ് നിങ്ങളെ പരിപാലിച്ചു. അതിനാൽ നാളെയും കർത്താവ് നിങ്ങളെ പരിപാലിക്കും. ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചതെല്ലാം തകർന്നു പോയിട്ടുണ്ടാവാം. നിങ്ങൾ പ്രത്യാശിച്ചതെല്ലാം വീണു പോയിട്ടുണ്ടാവാം. നിങ്ങളുടെ സ്വപ്നങ്ങൾ പൊലിയാതെ പോയിട്ടുണ്ടാവാം. എന്നാൽ കർത്താവിൽ നിങ്ങളുടെ സ്വപ്നങ്ങളെ, നിങ്ങളുടെ പ്രതീക്ഷകളെ, നിങ്ങളുടെ പ്രത്യാശയെ സമർപ്പിച്ച് ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ആദ്യം മുതലേ നിനക്കായി എല്ലാം കരുതിയിരിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ അനന്തമായി സ്നേഹിക്കുന്നു. മാതാപിതാക്കളായ നാം സ്നേഹിക്കുന്ന നമ്മുടെ കുഞ്ഞുമക്കൾക്കായി എല്ലാം ക്രമീകരിച്ചു വെക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ മക്കളായ നമുക്കോരോരുത്തർക്കും എല്ലാം ക്രമീകരിച്ചു തരാൻ എത്രയോ ഉന്നതനാണ് ദൈവം. അതിനാൽ ആ ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുക, ആ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളിൽ വിശ്വസിക്കുക. ഈ രാത്രിയിൽ നമ്മെ ഭയപ്പെടുത്തുന്ന എല്ലാ സംഭവങ്ങളും സാഹചര്യങ്ങളും, എല്ലാ വാക്കുകളും പ്രവൃത്തികളും വ്യക്തികളെയും സാഹചര്യങ്ങളെയും കർത്താവിൽ സമർപ്പിക്കുക. തീർച്ചയായും കർത്താവിൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ സംരക്ഷിതരാകും. കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രതീക്ഷയും പ്രത്യാശയും സ്വപ്നങ്ങളും പൂവണിഞ്ഞിരിക്കും. അതിനാൽ നാളെയെക്കുറിച്ചോർത്ത് ഭയപ്പെടേണ്ട. കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുക. അവിടുന്ന് ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയത്തിൽ സംസാരിക്കും. നിങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കും. നാളത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതാതിൻ്റെ ക്ലേശം മതി. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിൽ വീണ്ടും ഒരുമിച്ച് ഒരു കുടുംബമായി ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ അംഗങ്ങളായ ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കാൻ കടന്നു വന്നിരിക്കുന്നു. പ്രാർത്ഥിക്കാനായി അങ്ങയുടെ ഈ ക്ഷണം സ്വീകരിച്ച എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന നാഥ, ഈ മക്കളുടെ ആകുലതകളെ, ഹൃദയത്തിൻ്റെ എല്ലാ വിഷമങ്ങളെയും ദുഃഖവും വേദനയും നിസ്സഹായ അവസ്ഥയെയും അവിടുന്ന് കാണണമേ. കുടുംബത്തിലുള്ള അരക്ഷിതാവസ്ഥ, കുടുംബത്തിലുള്ള വിഭാഗീയത, കുടുംബ പ്രശ്നങ്ങൾ, പറഞ്ഞു തീർക്കാൻ കഴിയാത്തത്ര കുടുംബ പ്രശ്നങ്ങൾ, ആരും കുടുംബ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ, പരിഹരിക്കുവാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്ത ഈ അവസ്ഥ, കുടുംബാംഗങ്ങൾ അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് കുടുംബത്തിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ തയ്യാറാകാത്ത അവസ്ഥ. കർത്താവേ, ഈ അവസ്ഥയ്ക്ക് അവിടുന്ന് കാണണമേ. അവിടുന്ന് ഒരു മാറ്റം നൽകി അനുഗ്രഹിക്കണമേ. കുടുംബത്തിൽ കുടുംബം ഓരോരുത്തരുടെയും അവകാശമാണ്, ഓരോരുത്തരുടെയും നന്മയുടെ ഉറവിടമാണ്, ഓരോരുത്തരുടെയും സങ്കേതമാണ്, അഭയമാണ് എന്ന വിശ്വാസത്തിൽ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും കുടുംബത്തിലുള്ള പാളിച്ചകൾക്ക് അത് നേരെയാക്കാൻ, അത് ശരിയാക്കുവാൻ, അത് ശുഭകരമാക്കുവാൻ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അത് ഒരുമിച്ച് കൂടി അത് സംസാരിച്ച് അതിനെ പരിസമാപ്തമാക്കുവാൻ കർത്താവേ
ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. കുടുംബത്തിൽ നിന്ന് വിട്ടകന്ന് നിൽക്കുന്ന എല്ലാവരോടും കരുണ തോന്നണമേ. ദൈവമേ, അനാവശ്യമായ ദുർവാശിയും അഹങ്കാരവും കാരണം മാറി നിൽക്കുന്ന, സ്വയമേ താഴ്മയുള്ളവരാകാൻ, വിനയമുള്ളവരാകാൻ സ്വയമേ അനുവദിക്കാതെ എല്ലാ കുറ്റങ്ങളും കുറവുകളും മറ്റുള്ളവരുടെ തലയിൽ ചാരി ഞാൻ നീതിമാനാണ്, ഞാൻ നീതിവതിയാണ് എന്ന മനോഭാവത്തിൽ കുടുംബത്തിൽ നിന്നും കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന എല്ലാവർക്കു വേണ്ടി ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണ തോന്നണമേ. കുടുംബ ശിഥിലീകരണത്തിനെതിരെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലുള്ള എല്ലാ വിഭാഗീയതയ്ക്കെതിരെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരേ കുടക്കീഴിൽ, ഒരേ മേൽക്കൂരയിൽ പല സ്വഭാവങ്ങളും പല ആശയങ്ങളുമായി ഒരുമിച്ച് ജീവിക്കുന്നവരുടെ മധ്യേ ഈ രാത്രിയിൽ നീ ഉണ്ടാകണമേ. എന്തെന്നാൽ സമാധാനത്തിൻ്റെ നാഥനായ ദൈവമേ, നീ എവിടെയാണോ ആധിപത്യം എടുത്തിരിക്കുന്നത്, ഭരണം നടത്തുന്നത്, അവിടെ ആരുടെയൊക്കെ ആശകളും ആരുടെയൊക്കെ ചിന്താഗതികൾ എല്ലാം വിപരീതമാണെങ്കിൽ പോലും ദൈവമേ, നീയുള്ളതിനാൽ എല്ലാവരുടെയും ചിന്താഗതി നിന്നിൽ ഒന്നിക്കുന്നതിന് നീ ഇടയാക്കും. അതിനാൽ തന്നെ വിഭാഗീയ മനസ്സോടുകൂടി ഒരേ മേൽക്കൂരയിൽ കഴിയുന്ന കുടുംബാംഗങ്ങളുടെ മേൽ ഇന്ന് നീ ഇടപെടണമേ. കുടുംബത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കാൻ കുടുംബാംഗങ്ങളായ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. കർത്താവാണ് ഒരു കുടുംബത്തിൻ്റെ സ്ഥാപകൻ. ആ കുടുംബം നശിച്ചു പോകാൻ കർത്താവ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ദൈവം കൂട്ടിച്ചേർത്തത് മനുഷ്യൻ വേർപിരിക്കാതിരിക്കട്ടെ എന്ന തിരുവചനം കർത്താവെ ഞങ്ങൾ ഓർക്കുന്നു. ദൈവം സ്ഥാപിച്ച കുടുംബം മനുഷ്യരാൽ അത് ഇല്ലാതെയാകാൻ അനുവദിക്കരുതേ. കർത്താവെ, കുടുംബ ശിഥിലീകരണത്തിനെതിരെ നീ എഴുന്നേൽക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കെട്ടുറപ്പിനു വേണ്ടി, സംരക്ഷണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങളുടെ അനുഗ്രഹത്തിനും സൗഖ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സകല ഉത്കണ്ഠകളും ആകുലതകളും എടുത്തു മാറ്റി ഞങ്ങളുടെ ഭവനത്തിൽ ഒരു കുടുംബമായി ജീവിക്കുവാൻ ദമ്പതിമാരെയും മക്കളെയും മാതാപിതാക്കളെയും മക്കളെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബത്തെയും ഞാൻ ഓർത്തു പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ കർത്താവെ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കരുണയുണ്ടാകണമേ. കർത്താവെ, ഞങ്ങളെല്ലാം ബലഹീനരാണ്. കുടുംബാംഗങ്ങളായ ഞങ്ങൾ ഓരോരുത്തരും ബലഹീനരാണ്. ഞങ്ങളുടെ ബലഹീനതയിൽ മുറുകെ പിടിച്ചു നിൽക്കുന്ന അവിവേകത്തോടെയുള്ള ഓരോ പ്രവർത്തനവും വാക്കും ചിന്തകളുമാണ് ഞങ്ങളുടെ കുടുംബത്തെ തകർക്കാനുണ്ടായ കാരണം. അതിനാൽ ഇന്ന് രാത്രിയിൽ കുടുംബാംഗങ്ങളായ ഓരോരുത്തരും കുടുംബ തകർച്ചയ്ക്ക് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അത് ദൈവത്തിലേക്ക് തിരിയുക. ദൈവമേ, നീ ഇടപെടണമേ. എൻ്റെ കുടുംബത്തെ തകർക്കുവാൻ ഉണ്ടായ എൻ്റെ ചിന്താഗതികളെ, എൻ്റെ പെരുമാറ്റത്തെ, എൻ്റെ വാക്കുകളെ, എൻ്റെ സംശയത്തെ, എൻ്റെ ദുർഭാഷണത്തെ, എൻ്റെ അഹങ്കാരത്തെ, എൻ്റെ കോപത്തെ ഈ സമയം എടുത്തു മാറ്റണമേ. എൻ്റെ അസൂയയെ ഈ സമയം ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു. കർത്താവേ, അതെടുത്തു മാറ്റണമേ. ഇന്ന് രാത്രിയിൽ നീ ഇടപെടണമേ. നാളെക്കുറിച്ചുള്ള ഞങ്ങളുടെ ആശങ്കകളെ നീ നീക്കിക്കളയണമേ. കുടുംബത്തിൻ്റെ ആവശ്യത്തിനുള്ള, കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്കുള്ള സ്നേഹവും സമാധാനവും ഒപ്പം സമ്പത്തും സാമ്പത്തിക ഭദ്രതയും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ സാമ്പത്തികം കുറവായത് കാരണം അതിൻ്റെ പ്രതിഫലനം ഞങ്ങളുടെ കുടുംബത്തിലും ഉണ്ടാകുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നാഥനും രക്ഷകനുമായി എൻ്റെ കർത്താവായ യേശുവേ, ഞാൻ അങ്ങയെ വാഴിക്കുന്നു, ഞാൻ അങ്ങയെ ഏറ്റുപറയുന്നു. അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നാഥനും രക്ഷകനുമായി വരണമേ. അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിന്മേൽ ഭരണം നടത്തണമേ. കുടുംബത്തിൽ നിന്ന് വിഭിന്നമായി ഭിന്നിച്ചു മാറി നിൽക്കുന്ന എല്ലാവരുടെ മേൽ നീ ഇന്ന് അഭിഷേകം ചൊരിയണമേ. ഐക്യത്തോടും സ്നേഹത്തോടും സമാധാനത്തോടും സന്തോഷത്തോടും വിനയത്തോടും എളിമയോടും പരസ്പര ധാരണയോടും വിശ്വാസത്തോടും കൂടി വീണ്ടും കുടുംബത്തിലേക്ക് തിരികെ വരാൻ, ഒരു കുടുംബമായി ദൈവസന്നിധിയിൽ ജീവിക്കുവാൻ, ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആ കുടുംബത്തിലൂടെ ചെയ്തു തീർക്കാൻ, ആ കുടുംബാംഗങ്ങളിലൂടെ ചെയ്തു തീർക്കാൻ, ഞങ്ങളിൽ ഓരോരുത്തരിലൂടെയും ചെയ്തു തീർക്കാൻ ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ, പരിപോഷിപ്പിക്കണമേ.
സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ തെറ്റായ ചിന്താഗതികളും തെറ്റായ ദുർവാശികളും ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും ഞങ്ങൾ ദൂരെ എറിയുന്നു. എൻ്റെ കർത്താവായ ദൈവത്തിൻ്റെ നാമത്തിൽ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. ഐക്യതയും അനുഗ്രഹങ്ങളും പുനഃസ്ഥാപിക്കണമേ. സാമ്പത്തിക ഭദ്രത പുനഃസ്ഥാപിക്കണമേ. ദൈവസ്നേഹം പുനഃസ്ഥാപിക്കണമേ. ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷവും പുനഃസ്ഥാപിക്കണമേ. നഷ്ടപ്പെട്ടു പോയ സന്തോഷം വീണ്ടെടുക്കാൻ എൻ്റെ കർത്താവെ എല്ലാ കുടുംബങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടി ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഭദ്രത അവിടുന്നായിരിക്കണമേ. അവിടുന്ന് ഞങ്ങളുടെ കുടുംബത്തെ നയിക്കണമേ, ഉപദേശിക്കണമേ, വഴി നടത്തണമേ. കർത്താവെ, കുടുംബാംഗങ്ങൾ പരസ്പരം ക്ഷമിക്കുന്നതിനും വിട്ടുവീഴ്ച ചെയ്യുന്നതിനും സ്നേഹിക്കുന്നതിനും ഔദാര്യം കാണിക്കുന്നതിനും കരുണ കാണിക്കുന്നതിനും ഇന്ന് നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങളോട് കൂടെ ആയിരിക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങളെക്കുറിച്ചുള്ള നിന്റെ പദ്ധതി, ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ചുള്ള പദ്ധതി, കുടുംബാംഗങ്ങളെക്കുറിച്ചുള്ള പദ്ധതി നീ വെളിപ്പെടുത്തി തരണമേ. എവിടെയാണ് മാറ്റം വരുത്തേണ്ടത് എന്ന് ഓരോരുത്തരും വിചിന്തനം ചെയ്ത് മാറ്റം വരുത്തേണ്ട മേഖലയെ അത് യേശുനാമത്തിൽ മാറ്റം വരുത്താൻ ഞങ്ങൾ തയ്യാറാകാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ വർഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ലോകം മുഴുവനുള്ള എല്ലാ കുടുംബങ്ങളെയും യേശുവേ നിൻ്റെ തിരുഹൃദയത്തിൽ ഞാൻ ചേർത്ത് വെക്കുന്നു. നീ ഏറ്റെടുക്കണമേ. എല്ലാ കുടുംബങ്ങളുടെയും നാഥനും രക്ഷകനും ദൈവവുമായി എൻ്റെ കർത്താവായ യേശുവേ അങ്ങയെ ഞാൻ വാഴിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കുടുംബത്തിൻ്റെ എല്ലാ അനിശ്ചിതാവസ്ഥയും അരക്ഷിതാവസ്ഥയും നീ മാറ്റി ഞങ്ങളുടെ കുടുംബം നിന്റെ സന്നദ്ധിയിൽ നിന്റെ കയ്യിൽ ഭദ്രമാക്കി സൂക്ഷിച്ചുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ തകർക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും, ദുഷ്ടവാക്കുകളെ, ദുഷ്ട ആശയങ്ങളെ, ദുഷ്ടവ്യക്തികളെ, ദുഷ്ടസംഭവങ്ങളെ എന്നേക്കുമായി നീ എടുത്തു മാറ്റണമേ. എല്ലാ ദുഷ്ട സാഹചര്യങ്ങളെയും നീ എടുത്തു മാറ്റണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ കർത്താവെ നീ അനുവദിക്കാത്ത യാതൊരു വ്യക്തികളും കടന്നു വരാൻ നീ അനുവദിക്കരുതേ. നീ ആഗ്രഹിക്കാത്ത യാതൊരു വ്യക്തിയും ഞങ്ങളുടെ കുടുംബത്തെ നോക്കാനോ കുടുംബത്തിൽ പ്രവേശിക്കാനോ ഞങ്ങളുടെ ഭവനത്തിൽ വരാനോ നീ അനുവദിക്കരുത്. എന്തെന്നാൽ ഞങ്ങളുടെ ഭവനം കർത്താവിൻ്റെ ഭവനമാണ്. ഞങ്ങളുടെ കുടുംബം കർത്താവിൻ്റെ കുടുംബമാണ്. അത് തകർക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളെ യേശുനാമത്തിൽ ഞാൻ ആട്ടിപ്പായിക്കുന്നു. കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ ദുരാത്മാക്കളെയും ദുഷ്ടശക്തികളെയും ഞങ്ങളുടെ കുടുംബത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ദുഷ്ടാത്മാക്കളെയും എല്ലാ വ്യക്തികളെയും യേശുവിൻ നാമത്തിൽ ഞാൻ ആട്ടിപ്പായിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബം നീയാണ് സ്ഥാപിച്ചത്. ആ കുടുംബത്തെ നിലനിർത്തേണ്ടതും നീ തന്നെയാണ്. അതിനാൽ ദൈവീകമായ വിജ്ഞാനവും വിവേകവും എളിമയും വിശുദ്ധിയും കാരുണ്യവും കൊണ്ട്, സ്നേഹം കൊണ്ട്, ദിവ്യമായ സ്നേഹം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ എല്ലാ അനുഗ്രഹങ്ങളെയും വീണ്ടെടുക്കുവാൻ, നഷ്ടമായ വ്യക്തികളെ വീണ്ടെടുക്കുവാൻ, വിഭാഗീയ ചിന്തയുള്ള വ്യക്തികളെ ഉൾക്കൊണ്ട് തിരിച്ചു വിളിക്കുവാൻ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരെയും, ഞങ്ങൾക്ക് നീ നൽകിയ കുടുംബത്തെ തിരികെ ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു. അവിടുന്ന് എല്ലാം നവീകരിക്കുന്നവനാണല്ലോ. ഞങ്ങളുടെ കുടുംബത്തെ നവീകരിക്കണമേ, കുടുംബാംഗങ്ങളെ നവീകരിക്കണമേ. വീണ്ടും അവിടുന്ന് എല്ലാം പുനഃസ്ഥാപിക്കണമേ. ദൈവമേ, നിൻ്റെ നാമം മഹത്വപ്പെടുത്തണമേ, നിൻ്റെ ശക്തി മഹത്വപ്പെടുത്തണമേ. നിൻ്റെ ആധിപത്യം ഞങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ കർത്താവേ, അവിടുന്ന് കരുണയോടെ ഞങ്ങളെ നോക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാ മേഖലയിലും നീ സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ഈ കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങളെ നീ കാണണമേ. പരീക്ഷ എഴുതുന്ന മക്കളെ നീ അനുഗ്രഹിക്കണമേ. 10ാം ക്ലാസ്സും +2 പരീക്ഷയ്ക്ക് പോകുന്ന കുഞ്ഞുങ്ങളെ നീ കൂടെ ഇരുന്ന് സഹായിക്കണമേ. എല്ലാം കൃത്യമായി പഠിക്കാനുള്ള കൃപ കൊടുക്കണമേ. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കൃപ കൊടുക്കണമേ. പരീക്ഷ എഴുതുമ്പോൾ നല്ല ശ്രദ്ധയോടുകൂടി പരീക്ഷ എഴുതാൻ ശക്തി കൊടുക്കണമേ. കർത്താവേ,
എല്ലാ മേഖലയിലും ഞങ്ങളുടെ മക്കൾ അനുഗ്രഹപ്രദമാകണമേ. ഞങ്ങളുടെ മക്കളെ വേദനിപ്പിക്കുന്ന എല്ലാ കുടുംബാന്തരീക്ഷങ്ങളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും നീ രക്ഷിക്കണമേ. ഞങ്ങളുടെ മക്കളുടെ പഠനത്തെ ബാധിക്കുന്ന തെറ്റായ കുടുംബാന്തരീക്ഷത്തിൽ നിന്നും ഞങ്ങൾ മാതാപിതാക്കളെ നീ രക്ഷിക്കണമേ. ഞങ്ങളുടെ മക്കൾ പഠിക്കുന്നതിനാവശ്യമായ സാഹചര്യവും ചുറ്റുവട്ടവും ഒരുക്കി കൊടുക്കുവാൻ മാതാപിതാക്കളായ ഞങ്ങൾ ഓരോരുത്തരും പൂർണ്ണമായി ശ്രദ്ധിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ. കർത്താവേ, മക്കൾ എഴുതുന്ന പരീക്ഷ അത് ഏറ്റവും പ്രാധാന്യത്തോടെ മക്കളോടൊപ്പം മാതാപിതാക്കളായ ഞങ്ങളും കാണുന്നതിന് ഞങ്ങൾക്ക് ശക്തി നൽകണമേ, അനുഗ്രഹിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്ത നാഥ, ഞങ്ങൾക്ക് ഈ രാത്രിയിൽ നല്ലൊരു ഉറക്കം നൽകി എല്ലാ വേദനയും വിഷമങ്ങളും മാറ്റി ആകുലതകൾ അകറ്റി നല്ലൊരു ഉറക്കം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, കുടുംബത്തിൻ്റെ നാഥയും റാണിയുമായ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൻ്റെ കെട്ടുറപ്പിനും സൗഖ്യത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും അഭിവൃദ്ധിക്കും ഉയർച്ചയ്ക്കും ആവശ്യമായ എല്ലാ കാര്യങ്ങളും അമ്മേ മാതാവേ ഇന്ന് അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിലൂടെ ഉണ്ടാകണമേ. കുടുംബാംഗങ്ങളെയെല്ലാം അമ്മയുടെ നീലമേലങ്കിയിൽ ചേർത്ത് വെച്ച് ഒന്നിപ്പിച്ച് അനുഗ്രഹിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ദുഷ്ടസ്വപ്നങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും ഹൃദയവേദനയിൽ നിന്നും മാനസിക വിഭ്രാന്തിയിൽ നിന്നും ശാരീരിക ക്ലേശങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ നമ്മുടെ കുടുംബത്തിൽ വലിയ അഭിഷേകം നൽകി കുടുംബാംഗങ്ങളെയെല്ലാം ദൈവസ്നേഹത്തിൽ ചേർത്ത് നിർത്തി പരസ്പരം ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും സ്വീകരിക്കുന്നതിനും കരുണ കാണിക്കുന്നതിനും വിട്ടുകൊടുക്കുന്നതിനും കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക അഭിഷേകമുണ്ടാകട്ടെ. നാളെക്കുറിച്ചോർത്ത് നിങ്ങളുടെ എല്ലാ ദുഃഖവും മാറിപ്പോകട്ടെ. എന്ത് കഴിക്കും, എന്ത് ധരിക്കും, എങ്ങനെ ജീവിക്കും, എങ്ങോട്ട് പോകും എന്ന ചിന്ത എല്ലാം ഈ രാത്രിയിൽ കർത്താവിന് സമർപ്പിച്ച് വിശ്വാസത്തോടെ കർത്താവിനെല്ലാം സാധ്യമാണ് എന്ന ഉറപ്പോടുകൂടെ ഈ രാത്രിയിൽ നമുക്ക് ഉറങ്ങാൻ കിടക്കാം. നാളത്തെ ദിവസം നല്ലൊരു അത്ഭുതത്തിൻ്റെ ദിവസം കാണാൻ കർത്താവ് നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ എല്ലാ ആകുലതകളിലും കർത്താവ് പ്രവർത്തിച്ച് നിങ്ങളുടെ ദുഃഖം സന്തോഷമാക്കി മാറ്റട്ടെ. നിങ്ങളുടെ ഭയം ധൈര്യമാക്കി മാറ്റട്ടെ. നിങ്ങളുടെ വേദനയെല്ലാം ദൈവത്തിൻ്റെ സൗഖ്യം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥന നിങ്ങൾ ഒരു ആൾക്കെങ്കിലും കുറഞ്ഞത് അയച്ചു കൊടുക്കണം.
കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.